ഹായ് ദെയർ. മലയാളം സോഷ്യൽ മീഡിയയിലെ ഒരു ഹോട്ട് ടോപ്പിക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്, ആര്യൻ ആൻഡ് ജിസൈൽ. സോഷ്യൽ മീഡിയ ചർച്ചകളും റിയാക്ഷൻ വീഡിയോസും കാണുന്ന ഒരാളാണ് ഞാൻ. അതിൽ ഫേവറിറ്റിസം ഒന്നും ഇല്ലാതെ ബിഗ് ബോസിൻ്റെ ഒരു സാധാരണ പ്രേക്ഷക എന്നുള്ള നിലയ്ക്ക് ഒരു ഫെയർ നിലപാട് വ്യക്തമാക്കണമെന്ന് തോന്നി ചെയ്യുന്ന വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ ഞാൻ ആരുടെയും PR അല്ല. ആര്യനും ജിസയിലും പുതപ്പിനുള്ളിൽ എന്ത് ചെയ്തു എന്നതല്ല ഇവിടെ വിഷയമാകേണ്ടത്. പകരം ഇതിനെ ഇവിടെ ഇത്രയേറെ ചർച്ചയ്ക്ക് വിധേയമാക്കിയതാണ്. കാരണം ഒരാളുടെ പേഴ്സണൽ സ്പേസിൽ, അതൊരു വ്യക്തിയായാലും ഒന്നിൽ കൂടുതൽ വ്യക്തികളായാലും, പരസ്പരം എന്ത് ചെയ്യണമെന്നുള്ളത് തികച്ചും വ്യക്തിപരവും സ്വാതന്ത്ര്യവുമാണ്. എപ്പിസോഡ് കണ്ട് വളരെ മോശം തോന്നിപ്പോയി. ഈ ഒരു കാര്യത്തെ വിവരിക്കാനുള്ള സ്പേസ് കൊടുക്കുന്നതിനൊപ്പം ഡെമോ കാണിക്കാൻ വരെ കൂടെയുള്ള മത്സരാർത്ഥികൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. നെറ്റി ചൊളിഞ്ഞു പോകുന്ന ഒരു ഫീലിംഗാണ് എനിക്കുണ്ടായത്. ഇവിടെ നമ്മൾ പ്രേക്ഷകരും ഉള്ളിലുള്ളവരും പാലിക്കപ്പെടേണ്ടിയിരുന്ന നിലപാട് ഇതിനെ ഒരു പ്രശ്നമായി കണക്കാക്കേണ്ട ഒരു വിഷയമല്ല. ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കാര്യമാണ്. ഇതിപ്പോൾ ബിഗ് ബോസ് പബ്ലിക് പ്ലാറ്റ്ഫോം ആണെന്ന് പറയുമ്പോഴും ബിഗ് ബോസ് അവർക്ക് വാർണിങ്ങോ റൂൾ ബ്രേക്കിംഗ് അനൗൺസ്മെൻറ്റോ ഒന്നും കൊടുത്തിട്ടില്ല. ഇവർക്കെതിരെയുള്ള അലിഗേഷൻ ഇവർ പുതപ്പിനുള്ളിൽ കിസ് ചെയ്തു എന്നുള്ളതാണ്. അതിപ്പം എസ് ആണെങ്കിലും നോ ആണെങ്കിലും അത് മറ്റുള്ളവരെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. ഇതിൽ ആര്യനും ജിസയിലും ചെയ്യേണ്ടിയിരുന്നൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ഈ പുതപ്പ് കവർ ചെയ്ത് കിടക്കാൻ ഇവർക്ക് ഉണ്ടായ ധൈര്യം തന്നെ ഇവർ ഡിഫെൻഡിങ്ങിലും കാണിക്കണമായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും അത് പറയാം, അത് ഗട്ട്സോടുകൂടി പറയാം. ഓക്കെ, എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ, നിങ്ങൾക്ക് എന്താ. ഇവിടെ അതിന് പകരം ഈ ചർച്ച ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ആര്യൻ ഒരുപാട് കാര്യം അവൻ്റെ ലൈഫ് വെച്ചാണ് കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ ഇതിനെ റിയാക്ട് ചെയ്യുന്നുണ്ടായി. അവിടെ എനിക്കൊരു പൊരുത്തക്കേട് തോന്നിയത്, ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ ആര്യൻ ഒരു പില്ലോ വെച്ച് അവൻ്റെ സൈഡിൽ കവർ ചെയ്തത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഈ ഒരു ടോപ്പിക്സിൽ ചില മലയാളികൾക്കൊരു ഇക്കിളിയാണ്. അതിൻ്റെ പ്രൂഫാണ് നിങ്ങൾ ഈ കാണുന്ന തംബ്നെയിൽസൊക്കെ. റിയാക്ഷൻസ് വീഡിയോസൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. പുരോഗമനവാദികളും അതിനെതിരെ പറയുന്നവരെ ശിലായുഗ വസന്തങ്ങളെന്നൊക്കെ ആയിട്ട് ചർച്ചകൾ ഇങ്ങനെ നീളുവാണ്. എന്തായാലും കൂടുതൽ റിയാക്ഷൻ വീഡിയോസായിട്ട് നമുക്ക് നോക്കാം.